ഹലോ USS സ്റ്റുഡൻസ്. സോ നമ്മൾ ഇന്ന് ബേസിക് സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് USS ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അധികം ഡിലേ ഇല്ലാതെ വേഗം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഗൈസ്, എല്ലാവരും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, കാരണം ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കുള്ളൂ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫെബ്രുവരിയിലാണ് നമുക്ക് എക്സാം പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഓപ്ഷൻസും തരും. ഒന്നും രണ്ടും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടും മൂന്നും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് വേണം? ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി വെക്കണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? In all plants only one of either sexual reproduction or vegetative propagation occurs. എല്ലാ സസ്യങ്ങളിലും ഒന്നില്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം, ഒന്നില്ലെങ്കിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത് തെറ്റാണല്ലേ, കാരണം ഇത് രണ്ടുമുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഓക്കെ, സോ അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, നമുക്ക് മനസ്സിലായി. സെക്കൻഡ് വൺ, ലെയറിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. പതിവയ്ക്കൽ എന്ന് പറയുന്നത് കൃത്രിമ കായിക പ്രജനനമാണ്. അത് ശരിയാണ്, യെസ്, അത് കറക്റ്റ് ആണ്. തേർഡ് വൺ നോക്കാം. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് കണ്ടക്റ്റഡ് ടു എൻഷുർ ദാറ്റ് പോളിനേഷൻ ഒക്യൂസ് ബിറ്റ്വീൻ സെലക്ടഡ് പ്ലാന്റ്സ്. നമുക്ക് വേണ്ട തിരഞ്ഞെടുക്കപ്പെട്ട സസ്യങ്ങൾ തമ്മിൽ മാത്രം പരാഗണം നടക്കുന്ന പോളിനേഷൻ നടക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷനിൽ സ്വീകരിക്കുന്നത്, കൃത്രിമ പരാഗണം വെച്ച് ഉദ്ദേശിക്കുന്നത്. അതും ശരിയാണ് അല്ലെ, തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്, രണ്ടും മൂന്നും ശരി. അപ്പൊ രണ്ടും മൂന്നും ശരിയായിട്ട് വരുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം. എ അല്ല, ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. 2 and 3 ആർ കറക്റ്റ്. രണ്ടും മൂന്നും ശരിയാണെന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് അതുപോലെയുള്ള അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ. അതിൽ ഫസ്റ്റ് കോളത്തിൽ പറയുന്നത് സൊല്യൂഷൻസ് ആണ്, ലായനികളാണ്. സെക്കൻഡ് കോളത്തിൽ കളർ ഓഫ് പിങ്ക് ഫിനോപ്തലിൻ, അതായത് കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ പിങ്ക് കളറിലുള്ള ഫിനോപ്തലിൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കളർ ചേഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൊല്യൂഷൻ 1 വേറെ കളർ ചേഞ്ച് ഒന്നുമില്ല, പിങ്ക് ഇട്ടപ്പോൾ പിങ്ക് തന്നെയായിട്ടാണ് വരുന്നത്, വേറെ കളർ വ്യത്യാസമൊന്നുമില്ല. സൊല്യൂഷൻ 2 യെല്ലോ ആയിട്ടുണ്ട്, മഞ്ഞയായിട്ടുണ്ട്. സൊല്യൂഷൻ 3 മഞ്ഞയായിട്ടുണ്ട്. സൊല്യൂഷൻ 4 പിങ്ക് തന്നെയാണ്. ഓക്കെ, പിങ്ക് ഫിനോപ്തലിൻ അത് പിങ്ക് കളറിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അത് എന്ത് സ്വഭാവമായിരിക്കും? അത് ബേസിക് സ്വഭാവമായിരിക്കും. ഓക്കെ, അത് ഒരു ക്ഷാര സ്വഭാവമുള്ള പദാർത്ഥമായിരിക്കും. ഇനി ഒരു പിങ്ക് അല്ലാതെ വേറെ ഏത് കളർ വന്നു കഴിഞ്ഞാലും അത് ബേസ് അല്ല, അത് ക്ഷാരമല്ല. അപ്പൊ നമുക്ക് അതിനെ ആസിഡ് ആയിട്ട് കൂട്ടാം. യെല്ലോ എന്നുള്ളത്, അതായത് 2, 3 ലൈനിനെ നമുക്ക് ആസിഡ് ആയിട്ട് കൂട്ടാം, 1, 4 ലൈനിനെ നമുക്ക് ബേസ് ആയിട്ടും കൂട്ടാം. ഇനി ഇതിന്റെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻ വിച്ച് ഓഫ് ദീസ് സൊല്യൂഷൻസ് വിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഷോ എ റെഡ് കളർ? ഇനി നമുക്ക് ഈ സൊല്യൂഷൻസിലേക്ക് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിലേത് സൊല്യൂഷൻസ് ആയിരിക്കുള്ളൂ റെഡ് കളർ കാണിക്കുന്നത്? ഒന്നും നോക്കണ്ട, ആസിഡ് ആണോ അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റും. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞു 2, 3 സൊല്യൂഷൻസ് ആണ് നമുക്കിവിടെ ആസിഡ് ആയിട്ട് കിട്ടിയത് അല്ലെ. ബാക്കി 1, 4 എന്തായിരുന്നു? ബേസ് ആയിരുന്നു. സോ 2, 3 എന്താണ്? ആസിഡ് ആണ്. ആസിഡിലേക്ക് ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിയുമ്പോഴാണ് ഇത് റെഡ് കളറായി മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഏതൊക്കെ സൊല്യൂഷൻസിലാണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റുക എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി 2, 3 സൊല്യൂഷൻസ് ആണ് എന്താക്കി മാറ്റുന്നത്? റെഡ് കളറാക്കി മാറ്റുന്നത്. സോ ആൻസർ വരുന്നത് ഇൻ സൊല്യൂഷൻ 2 and 3. ലൈനി 2, 3 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സോ ഇതുപോലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വായിക്കുക, അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, പക്ഷേ 1 by 1 ആയിട്ട് ഇങ്ങനെ വായിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. സോ ആദ്യമേ ചാടി കയറി ഒരു ഓപ്ഷൻ കുത്താൻ നിൽക്കണ്ട, ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് എവറി ഡേ. എല്ലാ ദിവസവും സൂര്യൻ രാവിലെ കിഴക്കുദിക്കുകയും ചെയ്യുന്നുണ്ട്, വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൗവർ ദ മൂൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് അറ്റ് ഡിഫറെന്റ് ടൈംസ് ഈച്ച് ഡേ. ഓരോ ദിവസം വ്യത്യസ്ത സമയങ്ങളിലായിട്ട് മൂണ് ഈസ്റ്റിൽ റൈസ് ചെയ്യുന്നു, വെസ്റ്റിൽ അസ്തമിക്കുകയും ചെയ്യുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ റീസൺ ഫോർ ദിസ്? ഇതിന് കാരണമാകുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. The moon takes 27 and 1/3 days to revolve around the earth. ചന്ദ്രൻ 27 ദിവസവും 1/3 ദിവസവും എടുത്താണ് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, അത് ശരിയാണ്, അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. സെക്കൻഡ് വൺ നോക്കാം. The earth completes one rotation on its axis in 24 hours. എർത്ത് ഭൂമിക്ക് ഒരു പ്രാവശ്യം അതിന്റെ ആക്സിസിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരാൻ, ഒന്ന് പരിക്രമണം ചെയ്ത് വരാനായിട്ട് എത്ര സമയം വേണ്ടി വരുന്നു? 24 മണിക്കൂർ വേണ്ടി വരുന്നു എന്ന് പറയുന്നു. അതും ശരിയാണ്. ഓക്കെ, തേർഡ് വൺ നോക്കാം. ദ എർത്ത് ടേക്സ് 365 days to revolve around the sun. ഭൂമിക്ക് സൂര്യനെ ചുറ്റി വരാനായിട്ട് 365 ദിവസം വേണ്ടി വരുന്നു. അതും ശരിയാണല്ലേ. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും എന്തിനുള്ള കാരണമാണ്? നമ്മുടെ സൂര്യൻ ഉദിക്കാനും ചന്ദ്രൻ അസ്തമിക്കാനും എല്ലാം കാരണമാകുന്നത് ഈ 3 സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ
നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് 3 കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1, 2 ആൻഡ് 3 3 കറക്റ്റ് ആയിട്ട് വരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. യെസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Can you construct an apparatus to demonstrate the water flow follows the principle of refraction? ജലവിധാനം പാലിക്കുന്നു എന്ന് തെളിയിക്കുന്ന പരീക്ഷണം ഏതാണെന്നുള്ളതാണ് ചോദിച്ചുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ലെവൽ ആണ് കേട്ടോ, നമുക്ക് ജലവിധാനമാണ്, അതായത് ജലം ഒരേ ലെവലിൽ നിൽക്കുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു അപ്പാരറ്റസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും നോക്കേണ്ടത് ഈ സെക്കൻഡ് ഫിഗർ ആയിരിക്കുള്ളൂ എന്ത് കാണിക്കുന്നത്, ആ ഒരു ജലവിധാനം ഒരേ ലെവലിലാണെന്ന് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു സെക്കൻഡ് ഫിഗർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് യെസ് സെക്കൻഡ് ഫിഗർ ഒള്ളി എന്നുള്ളത് എടുത്താൽ മതി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് എന്തായാലും ഉണ്ടായിരിക്കും. അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല രീതിക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് തരും. ഓക്കെ, തിരിച്ചും മറിച്ചൊക്കെ ഓപ്ഷൻസ് തരും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വായിച്ച് നോക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ വേണം പിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അസേർഷൻ തന്നിട്ടുണ്ട്, റീസൺ തന്നിട്ടുണ്ട്. അസേർഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവന ആയിരിക്കുള്ളൂ. റീസൺ അതിന്റെ കാരണമായിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അസേർഷൻ തന്നിരിക്കുന്നത് എന്താണ്? വി പ്രിഫർ വൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ഡ്യൂറിങ് സമ്മർ. വേനൽക്കാലത്ത് നമ്മൾ വെള്ള വസ്ത്രങ്ങളാണ് ധരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതെന്നാണ് അസെഷൻ തന്നിട്ടുള്ളത്. അതെ, അത് ശരിയാണല്ലേ. വേനൽക്കാലത്ത് നമ്മൾ കൂടുതലും വൈറ്റ് കളർ ഡ്രസ്സ് ആയിരിക്കുള്ളൂ ധരിക്കുന്നത്, ബിക്കോസ് നമുക്ക് ചൂട് കുറവായിരിക്കും അപ്പോൾ ഫീൽ ചെയ്യുന്നത്. വേനൽക്കാലത്ത് ഓൾറെഡി നല്ല ചൂടായിരിക്കും, അപ്പോൾ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കൂടും. അപ്പോൾ നമ്മൾ എന്ത് പ്രിഫർ ചെയ്യുന്നു? ഒരു വൈറ്റ് അതുപോലെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് തന്നിട്ടുള്ളത് വൈറ്റ് ക്ലോത്ത്സ് ആർ ഗുഡ് അബ്സോർബേഴ്സ് ഓഫ് ഹീറ്റ്. വെള്ള വസ്ത്രങ്ങൾ താപത്തെ നന്നായി ആഗിരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയാണോ ഗൈസ്? അത് ശരിയല്ല അല്ലെ. വെള്ള വസ്ത്രങ്ങൾ താപത്തെ നന്നായിട്ട് റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത് അല്ലെ, പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ചൂട് കൂടത്തല്ലേ ഉള്ളൂ. ഓക്കെ, വൈറ്റ് ഡ്രസ് എന്താണ് ചെയ്യുന്നത്? ആ വരുന്ന ചൂടിനെ എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് അസേർഷൻ ശരിയാണ്, അല്ലെങ്കിൽ പ്രസ്താവന ശരിയാണ്, പക്ഷേ നമ്മുടെ കാരണം റീസൺ എന്താണ്? തെറ്റാണ് അല്ലെ, ഇത് തെറ്റാണ്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. എ എന്ന് പറയുന്ന അസേർഷൻ, ആർ എന്ന് പറയുന്ന റീസൺ ആണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയും ആറും ശരിയാണ്, ആറ് എയുടെ കറക്റ്റ് വിശദീകരണമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ശരിയല്ല. ഓക്കെ, തെറ്റാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, അവിടെ തന്നെ തെറ്റിപ്പോയി. ഓക്കെ, ദെൻ സി നോക്കാം. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. യെസ്, ശരിയാണ്. എ ട്രൂ ആയിരുന്നു, പക്ഷെ ആർ ഫാൾസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. എ ശരിയാണ്, ആർ തെറ്റാണ്. ഇതുപോലുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. സെക്കൻഡ് വൺ, അസേഷൻ തന്നിട്ടുള്ളത് മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ്. ഓക്കെ, ക്ലിനിക്കൽ തെർമോമീറ്ററുകളിൽ നമ്മൾ മെർക്കുറി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മെർക്കുറി ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് എക്സ്പാൻസ് യൂണിഫോംലി. മെർക്കുറി താപത്തിന്റെ നല്ലൊരു ചാലകമാണ്, അതുപോലെ ഇത് ഏകദാനമായിട്ട് വികസിക്കുകയും ചെയ്യുന്നു. ചൂട് കിട്ടിക്കഴിയുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുന്നു, യൂണിഫോം ആയിട്ട് അത് വികസിക്കുന്നു എന്നാണ് പറയുന്നത്. അതും ശരിയാണല്ലേ. മെർക്കുറി ഒരു ഗുഡ് കണ്ടക്ടർ ആയതുകൊണ്ടാണ് ആ ഒരു ഡിവൈസിൽ നമ്മൾ മെർക്കുറി യൂസ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, സോ അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വരുന്ന ഓപ്ഷൻ ഏതായിരിക്കുള്ളൂ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, സോ കൂടുതലും ആൻസേഴ്സ് വരുന്നത് എയിലേക്കായിരിക്കും പോകുന്നത് കേട്ടോ. പക്ഷെ നന്നായിട്ട് വായിച്ച് നോക്കി ഉറപ്പിച്ചിട്ട് വേണം നമ്മളത് ക്ലിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, യെസ്. സോ ഇനി നമുക്ക് ഇതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റുകളായിട്ട് തരും. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെയായിരിക്കും ഓപ്ഷൻസ് വരുന്നത്. ഒൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, അങ്ങനെ തരാനും സാധ്യതയുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഈസ് കോൾഡ് പോളിനേഷൻ. അത് ശരിയാണല്ലേ, കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പരാഗരേണുക്കൾ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് പരാഗണം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവറി ഡെവലപ്സ് ഇൻ ടു എ സീഡ് ആൻഡ് ഒബ്യൂൾ ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. ഓവറി സീഡ് ആവുന്നു, ഒബ്യൂള് ഫ്രൂട്ട് ആവുന്നു എന്നാണ് പറയുന്നത്, പക്ഷേ തെറ്റാണ് അല്ലേ. ഓവറി എന്തായി മാറുന്നു? ഫ്രൂട്ടായി മാറുന്നു. ഒബ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പോൾ അത് തിരിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. അപ്പോൾ നമുക്ക് അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഒൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. പ്രസ്താവന 1 മാത്രമാണ് ശരി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. സോ വായിച്ചു നോക്കാം, എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് പിക്ക് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വെൻ ലൈറ്റ് ഫാൾസ് ഓൺ എ പോളിഷ്ഡ് സർഫസ് ഇറ്റ് ബൗൺസസ് ബാക്ക്, ദിസ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ. ഒരു പോളിഷ് ആയിട്ടുള്ള ഒരു മിനുസമുള്ള പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ഉപരിതലത്തിലേക്ക് ലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ അത് ബൗൺസ് ചെയ്ത് തിരിച്ചു പോകുന്നു അല്ലെ. അത് തട്ടി തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നതെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് കറക്റ്റ് ആണ് അല്ലെ, നോർമൽ ഒരു സാധാ സ്റ്റേറ്റ്മെന്റ് ആണ്.
സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് ഓൾവേസ് ഇൻവേർട്ടഡ് അല്ലെങ്കിൽ അപ്സൈഡ് ഡൗൺ. നമ്മളൊരു സമതല ദർപ്പണത്തിൽ ഉണ്ടാക്കുന്ന പ്രതിബിംബം എപ്പോഴും തലകീഴായാണ് ഇരിക്കുന്നതെന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതെന്തായാലും ഒരു വലിയൊരു പൊട്ടത്തരമാണ്. കാരണം എന്താണ്? നമ്മൾ ഡെയിലി കാണുന്ന കണ്ണാടി, നമ്മൾ ഡെയിലി ഫേസ് നോക്കുന്ന കണ്ണാടി എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ മിററാണ്. നമ്മൾ നമ്മുടെ ഫേസും നമ്മുടെ ശരീരം എല്ലാം തിരിച്ചാണോ കാണുന്നത്? തല തിരിച്ചാണോ കാണുന്നത്? അല്ല, നമ്മൾ നേരെ നിവർന്നാണ് കാണുന്നത്. സോ ഓൾവേസ് എന്താണ്? ഇൻവേർട്ടഡ് അല്ല, ഇറക്റ്റ് ആണ്, നേരെയാണ് നിൽക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? തെറ്റാണ്. ഇവിടെയും നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. സെക്കൻഡ് തെറ്റാണ്. അടുത്ത നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ഈസ്റ്റ് ഈസ് എ ഫംഗസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബ്രെഡ് ആൻഡ് അപ്പം. അപ്പം, ബ്രെഡ് എന്നിവയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗസ് ആണ് നമ്മുടെ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിത് കൂടുതലും പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. നോട്ട് ഓൾ ബാക്ടീരിയ ആർ ഹാംഫുൾ ടു ഹ്യൂമൻ ബീങ്സ്. എല്ലാ ബാക്ടീരിയാസും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരല്ല, ദോഷകരമായിട്ടുള്ളവരല്ല എന്നാണ് പറയുന്നത്. കുറച്ച് ബാക്ടീരിയാസ് നമുക്ക് പ്രശ്നക്കാരാണ് അല്ലെ, എന്തായാലും പ്രശ്നക്കാരാണ്. പക്ഷേ എല്ലാവരും പ്രശ്നക്കാരാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ. യെസ്, എല്ലാ ബാക്ടീരിയകളും പ്രശ്നക്കാരല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, സെക്കൻഡും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ വരുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ സി, 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്. During inhalation, the diaphragm moves upwards and the rib cage expands. Okay, ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഡയഫ്രം മുകളിലേക്ക് വരികയും വാരിയെല്ലുകൾ വികസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ദാറ്റ് ഈസ് എന്തായാലും തെറ്റാണല്ലേ. നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ എന്താ പറയുക, ഡയഫ്രം താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. ഡയഫ്രം ഡൗൺവേർഡ്സ് ആണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ എക്സ്പാൻഡ് അല്ല, കോൺട്രാസ്റ്റ് ആണ് ആവുന്നത്, ചുരുങ്ങിയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആൽവിയോളൈ ആർ ദ ടൈനി എയർ സാക്സ് ഇൻ ദ ലങ്സ് വെർ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്യൂസ്. ആൽവിയോള എന്ന് പറയുന്നത് ശ്വാസകോശത്തിലെ വായു അറകളായിട്ടുള്ളവരാണ്. അവർ വാതക വിനിമയം നടക്കുന്നത്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നത്? എ, ബി, സി, ഡിയിൽ അത് ഓപ്ഷൻ ബി ആണ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. പ്രസ്താവന 2 മാത്രമാണ് ശരി. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് 2 സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കണം. എന്നിട്ട് വേണം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ചാടിക്കേറി ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യരുത്. ദെൻ ഇത് നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെറുതെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുപോലെ 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് പിക്ക് ചെയ്താൽ മാത്രം മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് മിറേഴ്സ് ഓൾവേസ് ഫോംസ് ആൻ ഇറക്റ്റ് ആൻഡ് വിർച്വൽ ഇമേജ് ഓഫ് ദ സെയിം സൈസസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഏത് ദർപ്പണമാണ് എപ്പോഴും വസ്തുവിന്റെ അതേ വലിപ്പമുള്ളതും നേരെയുള്ളതുമായിട്ടുള്ള മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നത്? അപ്പൊ നമുക്ക് നമ്മുടെ ഇമേജിന്റെ കുറെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണുള്ളത്? ഇറക്റ്റ് ആണ്, നിവർന്നതാണ്. ഓക്കെ, എപ്പോഴും നിവർന്നതാണ്. ഓക്കെ, ദെൻ വിർച്വൽ ഇമേജ് ആണ്, മിഥ്യയായിട്ടുള്ള പ്രതിബിംബമാണ്. ദെൻ ലാസ്റ്റ് വണ്ണി തന്നെ നമുക്ക് കാര്യം കിട്ടിയല്ലേ, സെയിം സൈസ് ആണ്. സെയിം സൈസ് എപ്പോഴും തരുന്ന ഒരേ ഒരു മിററേ ഉള്ളൂ. അത് ഏത് മിററാണ്? നമ്മൾ സാധാരണ കണ്ണാടി നോക്കുന്ന മിറർ. ഏതാണ്? പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണമാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. യെസ്. ദെൻ അടുത്തത്, which among the following is a non-renewable source of energy? താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും കഴിയാത്തതും, റിന്യൂബിളും നോൺ റിന്യൂബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിന്യൂബിൾ എനർജി സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും അവർ തീർന്നു പോകില്ല അല്ലെ. അവർ നാച്ചുറലി ഉള്ളതാണ്, പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. നമ്മൾ എത്ര യൂസ് ചെയ്താലും അവർ അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൻഡ് എനർജി അല്ലെങ്കിൽ സോളാർ എനർജി, സൂര്യനിൽ നിന്നുള്ള എനർജി. നമ്മൾ ഈ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് സോളാർ പാനലുകൾ ഉണ്ടാക്കുന്നു, അത് വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ എത്ര സൂര്യനിൽ നിന്ന് എനർജി എടുത്തു കഴിഞ്ഞാലും അത് തീർന്നു പോകുന്നില്ല, നമുക്ക് നാളേക്ക് അത് വീണ്ടും കിട്ടുന്നു, ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഓക്കെ, സോ അതാണ് റിന്യൂബിൾ എനർജി എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോൺ റിന്യൂബിൾ എനർജിയാണ്. നോൺ റിന്യൂബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നവരാണല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ്. പണ്ട് കാലത്ത് മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ജീവികളുടെ എല്ലാം റിമൈനിങ്സ് വെച്ച്, അവശിഷ്ടങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്യൂവലാണ് ഫോസിൽ ഫ്യൂവൽ. അതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഒരു ഫോമാണ് നമ്മുടെ കൽക്കരി അല്ലെങ്കിൽ കോൾ എന്ന് പറയുന്നത്. സോ നോൺ റിന്യൂബിളിന് ഒരു എക്സാമ്പിൾ ആകെ കൊടുത്തിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? കോൾ മാത്രമേ ഉള്ളൂ, കൽക്കരി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? ഹൈഡ്രോ ഇലക്ട്രിക് എനർജി അല്ലെ, നമ്മൾ ഡാമിൽ നിന്നൊക്കെ കിട്ടുന്നത്. ദെൻ വിൻഡ് എനർജി, ദെൻ സോളാർ എനർജി, ഇതെല്ലാം എന്താണ്? റിന്യൂബിൾ ആയിട്ടുള്ളതാണ്. സോ ആൻസർ വരുന്നത് കോളാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സ്പീഡ് യൂസ്ഡ് ഇൻ ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? SI യൂണിറ്റ് ഓഫ് സ്പീഡ് ആണ് കാണേണ്ടത്. വേഗതയുടെ അന്താരാഷ്ട്ര യൂണിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ സ്പീഡിന്റെ SI യൂണിറ്റ്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ സ്പീഡിന്റെ തന്നെ ചോദിക്കണം എന്നില്ല, വേറെ ഏതിന്റെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും SI യൂണിറ്റ്, ബേസിക് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും SI യൂണിറ്റ് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ മാസിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, അത്
പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, സ്പീഡിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, സ്പീഡ് നമുക്ക് വേണമെങ്കിൽ കിലോമീറ്റർ പെർ അവറിൽ കാണാൻ പറ്റും. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, SI യൂണിറ്റ് ആണ്. ഓക്കെ, SI യൂണിറ്റ് നമുക്ക് എന്തായിരിക്കും, മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ആ ഒരു വ്യത്യാസം എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. യെസ്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സബ്സ്റ്റൻസ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻ ടു റെഡ്? നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്ന പദാർത്ഥം ഏതാണ്? നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ, ഓൾറെഡി ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് ആസിഡ് ആണ്. ആസിഡ്സ് ആണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റുന്നത്. ഓക്കെ, then in which part of the human digestive system is water primarily absorbed from undigested food? മനുഷ്യദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് ദഹിക്കാത്ത ആഹാരത്തിൽ നിന്ന് ജലം പ്രധാനമായും ആഗിരണം ചെയ്യപ്പെടുന്നത്? ഓക്കെ, അത് നമ്മുടെ വലിയ ആളാണ്. ആരാണ്? ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെ, വൻകുടലിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് ദഹിക്കാത്ത ആഹാരത്തിൽ നിന്ന് ജലം അബ്സോർബ് ചെയ്യുന്നത്, വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് കേട്ടോ. ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്, വൻകുടലാണ്. യെസ്. ഇനി നമുക്ക് കാണാൻ സാധ്യതയുള്ള അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് 2 കോളം തരും. ഓക്കെ, 2 കോളത്തിൽ ഫസ്റ്റ് കോളത്തിനകത്ത് 1 2 3 4 കിടക്കുന്നത്. സെക്കൻഡ് കോളത്തിനകത്ത് ABCD എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റോമൻ ലെറ്റേഴ്സ് ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, നമുക്കിത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഓപ്ഷൻസിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് മാച്ച് ചെയ്ത് വെക്കാല്ലേ. 1 കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിറർ നമുക്ക് ഈ പറയുന്ന ABCDയുമായിട്ട് ഏതായിരിക്കും മാച്ച് വരുന്നത്? കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത് റിയർ വ്യൂ മിറർ ആയിട്ടാണ് അല്ലേ. അപ്പൊ 1 മാച്ച് വരുന്നത് ബിയുമായിട്ടാണ്. ഓക്കെ, ഇനി ഓപ്ഷൻസിനകത്ത് ABCDയിൽ 1നോട് നേരെ B വരുന്ന ഓപ്ഷൻ ഏതാ നോക്കാം. 1നോട് നേരെ B വരുന്നത് എയും ഉണ്ട് സിയും ഉണ്ട് അല്ലെ. ഓപ്ഷൻ എയിനകത്തും 1ന്റെ നേരെ B ആണ് പേർ വന്നിട്ടുള്ളത്, സിനകത്തും 1ന്റെ നേരെ B ആണ് പേർ വന്നിട്ടുള്ളത്. അപ്പൊ ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് ഇല്ല എന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലായി. ഓക്കെ, അപ്പൊ എയും സിയും തമ്മിലാണ് ഇനി കോമ്പറ്റീഷൻ കേട്ടോ. ഇനി സെക്കൻഡ് കോളത്തിൽ വരുന്നത് നമുക്ക് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ ബാക്കിയുള്ള ഓപ്ഷൻസിൽ ഏതായിരിക്കും മാച്ച് വരുന്നത്? പെരിസ്കോപ്പ് അല്ല, മാഗ്നിഫൈങ് ലെൻസ് അല്ല, ദെൻ ഷേവിംഗ് മിറർ ഉണ്ടല്ലേ. സോ 2ന്റെ നേരെ വരുന്ന ഏതാണ്? D ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും മാത്രം നോക്കിയാൽ മതി. ഓപ്ഷൻ എയിൽ 2ന്റെ നേരെ D വരുന്നുണ്ട്, അത് സെറ്റ് ആണ്. പക്ഷെ ഓപ്ഷൻ സിയിൽ എന്താണ്? 2ന്റെ നേരെ C ആണ് പെയർ ആയിട്ട് വരുന്നത്. സോ സിയും തെറ്റാണ്. നമുക്ക് കറക്റ്റ് ആൻസർ ഏത് കിട്ടി? ഓപ്ഷൻ A ആണെന്നുള്ള കാര്യം നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലേ. അപ്പൊ നമുക്ക് മുഴുവനും അത് മാച്ച് ചെയ്യേണ്ട പോലെ ആവശ്യം വന്നില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് ആൻസർ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ട രീതിക്ക് മാച്ച് ദ ഫോളോയിങ് വരാൻ സാധ്യതയുണ്ട്. സോ ഇതും എന്ത് വേണം, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാതിരിക്കാൻ പഠിച്ചേ പറ്റൂ എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. സോ ഇനി നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നമ്മളുടെ ടെലഗ്രാം ചാനൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിനകത്ത് ഒരുപാട് പോൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നോട്ട്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ അന്നെടുത്ത ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സ് അതിനകത്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇപ്പോഴും നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വേഗം തന്നെ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. സോ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഏതാണോ കറക്റ്റ് ആൻസർ വരുന്നത്, ABCD എന്നുള്ളതിൽ ഏതാണോ കറക്റ്റ് ആൻസർ വരുന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാനും പറ്റും, നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്നും അറിയാനായിട്ട് പറ്റും കേട്ടോ. സോ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നത് കേട്ടോ. സോ നിങ്ങൾക്കത് സെൽഫ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഏറ്റവും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും ഈ ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത്. സോ എല്ലാവരും അതൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ എക്സാം വരുന്നത് ഫെബ്രുവരിയിലാണ്, ഫെബ്രുവരി 14 സോ എല്ലാവരും അതിനു വേണ്ടി റെഡി ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. നമ്മളും റെഡിയാണ്, നിങ്ങളെ പഠിപ്പിക്കാനും എല്ലാത്തിനും വേണ്ടി നമ്മൾ കൂടെ തന്നെയുണ്ട്. സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. സോ എനിവേസ്, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.